റോത്തക്കുകാർക്ക് സ്ത്രീകൾ രണ്ടാം നിരക്കാരായിരുന്നു. ആണധികാരത്തിന്റെ ഇടങ്ങളും ദുരഭിമാന കൊലകളുടെ കേന്ദ്രമായും മാറിയ ഹരിയാന ഗ്രാമങ്ങൾ. അവിടെയാണ് സാക്ഷി മാലിക് എന്ന രാജ്യത്തിന്റെ അഭിമാന താരം ജനിച്ചത്. റോത്തക്കിലെ ഗ്രാമത്തലവന്മാർ സാക്ഷിയുടെ അച്ഛനെയും അമ്മയെയും വഴക്കു പറയുമായിരുന്നു. ആൺകുട്ടികളുടെ കൂടെ ഗുസ്തി പിടിക്കുന്നതിന്, നീളം കുറഞ്ഞ വസ്ത്രം ധരിക്കുന്നതിന്. സാക്ഷിയുടെ മാതാപിതാക്കളായ സുദേശും സുഖ്ബീറും ഭീഷണികളിൽ വഴങ്ങിയില്ല. അവർ അവൾക്ക് പിന്തുണ നൽകി. സാക്ഷി ക്രിക്കറ്റ് കളിച്ചു, കബഡി കളിച്ചു, ആൺകുട്ടികളുമായി ഗുസ്തി പിടിച്ചു. മുഖം ചൊളിച്ചവരെ, കടുത്ത വാക്കുകൾ കൊണ്ട് എതിരേറ്റവരെ അവൾ അവഗണിച്ചു. 12 വയസ്സു മുതൽ ഗുസ്തിയിൽ സ്വയം അർപ്പിച്ചു. ആ അധ്വാനത്തിന്റെ അതിജീവനത്തിന്റെ ഫലമാണ് തന്റെ 23-ാം വയസ്സിൽ 2016 റിയോ ഒളിമ്പിക്സ് സാക്ഷിക്ക് നൽകിയത്. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഗുസ്തിയിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി സാക്ഷി. ഗോദയിൽ വിരിഞ്ഞ ആ വെങ്കലത്തിന് പൊന്നിനേക്കാൾ വിലയുണ്ടായിരുന്നു. '2009 ഏഷ്യൻ ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പിൽ 59 കിലോഗ്രാം ഫ്രീ സ്റ്റൈലിൽ വെള്ളി. വിജയത്തിന്റെ ആദ്യ രുചി അവിടെ അറിഞ്ഞു. 2010 ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലവും ഇന്ത്യയിൽ എത്തിച്ചു. 2013 കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിലും വെങ്കലം. 2014 ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 58 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി. അതേ വർഷം ഡേവ് ഷൂൾസ് ഇന്റർനാഷണൽ ടൂർണമെന്റിൽ 60 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം. 2016 റിയോയിൽ മത്സരിച്ച ആദ്യ ഒളിമ്പിക്സിലായിരുന്നു വെങ്കല നേട്ടം. റിയോയിൽ വെങ്കലമണിഞ്ഞ് ദേശീയ പതാക പുതച്ച കളിക്കാരി എല്ലാം വലിച്ചെറിഞ്ഞ് മടങ്ങുകയാണ്. വാർത്താ സമ്മേളനത്തിനൊടുവിൽ കണ്ണീരണിഞ്ഞ് ഷൂ മേശപ്പുറത്ത് വെച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ അമ്പരന്നുപോയി. ഞാൻ മതിയാക്കുന്നു, ഗുസ്തി അവസാനിപ്പിക്കുന്നു. അതും പറഞ്ഞ് സാക്ഷി മാലിക് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നപ്പോൾ കണ്ടിരുന്നവർ സ്തംഭിച്ചുപോയി. കേന്ദ്ര സർക്കാരിൽ നിന്ന് നീതി കിട്ടാത്തതിനെ തുടർന്ന് ഒരു വനിതാ കായിക താരം കളിക്കളം വിടുന്നത് ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ആദ്യം. രാജ്യത്തിനായി ഒളിമ്പിക്സ് മെഡൽ നേടിയ താരമാണ്. എന്നിട്ടും അവരെ കേൾക്കാനോ പ്രശ്നം പരിഹരിക്കാനോ ശ്രമമുണ്ടായില്ല. ജനുവരി മുതൽ സമരമുഖത്തുണ്ടായിരുന്നു സാക്ഷി. ബ്രിജ്ഭൂഷന്റെ ബിസിനസ് പങ്കാളിയും ഉറ്റ അനുയായിയുമായ സഞ്ജയ് സിംഗിൽ നിന്ന് ഒരിക്കലും നീതി കിട്ടില്ലെന്ന് വിശ്വസിച്ച സാക്ഷിക്ക് ഗുസ്തി അവസാനിപ്പിക്കുകയല്ലാതെ മറ്റ് മാർഗമില്ലായിരുന്നു. ഇനിയുമേറെ ദൂരം സാക്ഷിക്ക് പോകാനുണ്ടായിരുന്നു. രാജ്യത്തിന് സാക്ഷിയിൽ നിന്നും അഭിമാനം കൊള്ളാൻ അതിലുമേറെയും. പക്ഷേ രാജ്യാന്തര വേദികളിൽ കരുത്തരെ മലർത്തിയടിച്ച സാക്ഷി സ്വന്തം നാട്ടിലെ അധികാരക്കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെയാണ് കളം വിടുന്നത്.